ഇന്നും അവര് വഴക്കിന് വന്നു. എന്റെ ജീവിതമാർഗമാണ്, എന്റെ ജീവിത പ്രശ്നമാണ്. ഇതിനകത്ത് ഫീസ് കുറവാ. പാവങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ, എന്നെ പോലുള്ളവർ വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ ചൊല്ലി ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നതാ. ഫ്രീ ആയിട്ട് അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കൊണ്ടുവന്ന മോനോട് ഞാൻ കാണിക്കാം. ഹായ്, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, അജാസ് സൈനുദ്ദീനാണ്. ഞാൻ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പുതുവയിൽ നിന്ന് പത്തനാപുരത്തോട് പോകുന്ന വഴി 26 ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഒരു ബേ ബ്രിഡ്ജ് ഉണ്ട്. ബേ ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഒരു കാഴ്ച എനിക്ക് കാണാൻ കിട്ടിയത്. ഞാൻ അപ്പോൾ ആ അമ്മയെ കണ്ടു. അമ്മയുടെ അടുത്തൊരു കാര്യം ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായി അവരുടെ ഒരു ബുദ്ധിമുട്ട്. അവരുടെ മകന് കുറച്ച് ബുദ്ധിമുട്ടിലാണ്, ശ്വാസകോശമായ സംബന്ധമായിട്ടുള്ള അസുഖമൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടിലായിട്ട് റോഡ് സൈഡിൽ ബിരിയാണി കച്ചവടം ചെയ്യുകയാണ്. ഈ വിൽക്കുന്ന ബിരിയാണിയിൽ നിന്ന് കിട്ടുന്ന പൈസയിൽ നിന്നാണ് ഈ മോൻ്റെ അസുഖത്തിനുള്ള പൈസയൊക്കെ സ്വരൂപിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുമ്പോൾ ഈ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഒരു ബിരിയാണി എങ്കിലും വാങ്ങിച്ച് നിങ്ങൾ സഹായിക്കാൻ ശ്രമിക്കുക. നമുക്ക് പൈസ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു ബിരിയാണി വാങ്ങിച്ച് നിങ്ങൾ സഹായിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ അമ്മയോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം അമ്മേ. നമസ്കാരം. പേരെന്തുവായിരുന്നു? എന്റെ പേര് സുമ. ഇതെവിടാ സ്ഥലം? എന്റെ വീട് മാലൂര്. മാലൂരാ. എന്ത് റോഡ് സൈഡിൽ ബിരിയാണി ഒക്കെ ആയിട്ട് നിൽക്കുന്നത്? എന്തോ പറ്റി? വീട്ടിലെ ബുദ്ധിമുട്ട് കാരണമാ. വീട്ടിലെ ബുദ്ധിമുട്ടോ? എന്തോ പറ്റി? ബുദ്ധിമുട്ട് വേറെ ആരും അന്വേഷിക്കാനൊന്നും ഇല്ല. മോന് പെയിന്റിങ് ആയിരുന്നു. പുള്ളിക്ക് ശ്വാസം മുട്ടലൊക്കെ ആയി. പിന്നെ ശ്വാസകോശം ചുരുങ്ങുവാണ്. പിന്നെ ആ ഒരു മേഖലയിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ എനിക്കറിയാവുന്ന ഒരു ജോലി പാചകമാണ്. പിന്നെ ആ ഒരു മേഖലയിലോട്ട് അങ്ങ് തിരിയാന്ന് വെച്ചു. അതുകൊണ്ട് ഞങ്ങള് ആ എടത്തറയിലോട്ട് പോകുന്ന വഴിയിലാണ് നിന്നോണ്ടിരുന്നത്. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് അപ്പുറത്തൊരു കടയുണ്ട്, അവിടെ വന്നു. അവിടെ നേരത്തെ ഒരു ബിരിയാണി പയ്യനുണ്ടായിരുന്നു അറിഞ്ഞു. പിന്നെ പുള്ളി വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് മാറി. പക്ഷെ പുള്ളി പ്രശ്നങ്ങളുമായിട്ട് വരുമോ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ലെന്നും പറഞ്ഞു. ഇതിപ്പോ അവരുടെ സ്ഥലമൊന്നും അല്ലല്ലോ, ആർക്കും എവിടെ വേണമെങ്കിലും കച്ചവടം ചെയ്യാൻ. ഇന്നലെ വന്നപ്പോ ചോദിച്ചപ്പോഴേ ഞാൻ പറയുന്നത് പബ്ലിക് റോഡല്ലേ, അപ്പൊ എവിടെ വേണേലും നമുക്ക് ചെയ്യാമല്ലോ. ഇന്നും അവര് വഴക്കിന് വന്നു. എന്റെ ജീവിതമാർഗമാണ്, എന്റെ ജീവിത പ്രശ്നമാണ്. എല്ലാ ദിവസവും ഉണ്ടോ? അത് എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ക്വാണ്ടിറ്റി ആയിട്ടും ക്വാളിറ്റി ആയിട്ടും ഞാൻ കൊടുക്കുന്ന സാധനത്തിന് എനിക്ക് 100-101% ഗ്യാരണ്ടി ഞാൻ കൊടുക്കാം. സ്വന്തമായിട്ട് പാചകം ചെയ്ത് എല്ലാ സാധനങ്ങളും ചെറുതന്നാണ് ഞാൻ ചെയ്യുന്നത്. ബിരിയാണി മാത്രമേ ഉള്ളൂ. ഊണിന്റെ ഓർഡർ വരുവാണെങ്കിൽ അത് ഞാൻ ചെയ്തു കൊടുക്കും. എല്ലാം എന്റെ തൊഴില് പിന്നെ പാചകമാണ്. ഞാൻ മാവേലിക്കര വർമാസ് എന്ന് പറഞ്ഞ കാറ്ററിംഗിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ കായംകുളം അഷറഫ് എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ വർക്കിന് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സിനിമ ഫീൽഡിലൊക്കെ നിന്നുകൊണ്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡിയോ ഉണ്ട്, പോപ്പുലർ സ്റ്റുഡിയോ ഓയൂര്. അവർക്കിപ്പം കല്യാണത്തിന്റെ ഇവന്റ് മാനേജ്മെന്റ് പാചകമുണ്ട്. അങ്ങനെ സത്യമുഖ്യുള്ള അനിൽ എന്ന് പറഞ്ഞ ഒരു ചേട്ടന്റെ കൂടെ, ഒരു പയ്യന്റെ കൂടെ പോകുന്നുണ്ട്. ഞാൻ പാചകത്തിന് പോകുന്നുണ്ട്. അപ്പൊ രാവിലെ എത്ര മണിക്കാണ് വരുന്നത്? രാവിലെ ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേനും ഇവിടെ എത്തും. വൈകിട്ട് എത്ര മണി വരെ കാണും? ഇത് തീരുമ്പോ ചിലപ്പോ 2:30-3 മണിയൊക്കെ ആവും. എന്നാലും ഇത് ചൂടായിരിക്കും. സാധനം ചൂടായിരിക്കും. ഇതാണ് ബിരിയാണി അല്ലേ? ബിരിയാണി. ഇതാണ് 100 രൂപയുടെ ചിക്കൻ ബിരിയാണി. ചിക്കൻ മാത്രമേ ഉള്ളൂ? 100 ചിക്കൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിലൊരെണ്ണം ഞാൻ കൊണ്ടുവന്നത്, ഇതിനകത്ത് ഫീസ് കുറവാ. പാവങ്ങൾ ആരെങ്കിലും വരുവാണെങ്കിൽ, എന്നെ പോലുള്ളവർ വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ ചൊല്ലി ഞാൻ ഒരെണ്ണം കൊണ്ടുവന്നതാ. ഫ്രീ ആയിട്ട്? അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ കൊണ്ടുവന്ന മോനോട് ഞാൻ കാണിക്കാം. വീഡിയോ എടുക്കല്ലേ? ഫ്രീ ആയിട്ട് വരുന്ന ബുദ്ധിമുട്ടുന്നവർക്ക് വരുവാണെങ്കിൽ ഒന്നാലും വന്ന് ചോദിക്കും. ഞാൻ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, വിശക്കുന്നു എന്ന് ചോദിച്ചാൽ അവർക്കും കൊടുക്കും. പിന്നല്ല, അവർക്കും കൊടുക്കും. കണ്ടോ ഈ ഒരു മനസ്സുള്ള ഒരു ചേച്ചി. അപ്പൊ ഇതുപോലുള്ളവരെയല്ലേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അവർക്ക് പൈസ കൊടുത്തില്ലെങ്കിലും ഇതേപോലെ ഫുഡുകൾ വാങ്ങിച്ച് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക. ബുദ്ധിമുട്ട് കാരണമാണ് എല്ലാവരും ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ആയിട്ട് കച്ചവടത്തിനായിട്ട് വരുന്നത്. സെപ്പറേറ്റ് വെച്ചാ മോനെ. ആണോ? കണ്ടോ ഇതേപോലെ കണ്ണിൽ കൂടെ വെള്ളം വരുന്ന കേട്ടോ. കാരണം വെച്ചാൽ ഇതേപോലെ മനസ്സുള്ള ഒരു അമ്മയുണ്ടല്ലോ, നമുക്ക് അമ്മമാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അല്ലേ, ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഉണ്ട്. അതാ ഇപ്പൊ സാധാരണ ഒരു കടയിൽ പോവാണെങ്കിൽ ഒരു 150 രൂപ ഏറ്റവും കുറഞ്ഞ് കൊടുക്കണം.